അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. ഇന്ന് നമുക്ക് രാത്രിയൊക്കെ ഒരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന് നമ്മൾ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാനാണ്. 3 ആളെ ഞങ്ങൾ പുരക്ക് ഇന്നില്ലു. ബാക്കി എല്ലാവരെല്ലാം പുരക്കൊക്കെ പോയിട്ടുണ്ട്, റെസ്റ്റിന് പോയിട്ടുണ്ട്, തിരിച്ചു വരുമായിരുന്നു അത്ര. അതുകൊണ്ട് 3 പേർക്കില്ല ഭക്ഷണം മാത്രം ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചെമ്മീൻ, അങ്ങനെ വലിയ ചെമ്മീനാണ് കിട്ടിയത്. ഞാൻ മീൻ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ വലിയ ചെമ്മീനുണ്ട്. അങ്ങനെ ചെമ്മീൻ വാങ്ങി ഫസ്റ്റ് നമുക്ക് ചെമ്മീൻ പൊരിച്ചെടുക്കാം. ഉള്ളി ഞാൻ ഈ ചോറിന് നന്നായി നേർന്നരം മുറിച്ചിട്ട് നന്നായി പൊരിക്കുക ചെയ്തു. ഇപ്പോഴത്തെ ഭാഗം ചെമ്മീൻ പൊരിക്കുന്നുണ്ട്. ഇപ്പുറം നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളി പൊരിയുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് പശു നെയ്യ് ഇടുന്നുണ്ട്. ഉള്ളി നന്നായി പൊരിയുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു പാട്ട വെള്ളം ഒഴിക്കാം. നമുക്ക് ചോറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടങ്ങ് വേഗം വെള്ളം തിളക്കുമല്ലോ. നല്ലോണം തിളച്ച് ഞാൻ കറാമ്പൂ പിന്നെ ഇത് ഏലക്കായി ഇടുന്നുണ്ട്. അതിലേക്ക് തന്നെ ഞാനിതാ 1/2 കിലോ അരിയാണ് ഞാൻ എടുത്തത്. തനിമ അരിയാണ്. അത് പറയണ്ടല്ലോ, നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്നില്ല ഇവിടെ തനിമ അരിയെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തനിമ അരി മാത്രം ഇവിടെ വെക്കും. അപ്പോൾ 1/2 കിലോ അരി നന്നായി ഇതൊന്ന് ഇളക്കാം. നമുക്ക് അടച്ച് വെക്കാം. ഒരു വിസിലേ വേണ്ടും. പുതിയ പഴയ പിന്നെ കുക്കർ അലുമിനിയത്തിൻ്റെ കുക്കറിൽ 2 വിസിൽ വേണം. ഇത് പുതിയ കുക്കറായതുകൊണ്ട് ഈ സ്റ്റീലിൻ്റെതായതുകൊണ്ട് ഈ ഒറ്റൊരു വിസിലേ നമുക്ക് വേണ്ടും. ഒരു വിസിലടിക്കട്ടെ. കോരിയിട്ട് എടുക്കുന്നുണ്ട്. നല്ലോണം പൊരിഞ്ഞ് വന്ന് ഇതിലേക്ക് തന്നെ നമുക്ക് എന്താക്കാം, മസാല ആക്കാം. ഞാൻ 3 നീരുള്ളിയാണ് ചെറുതായി നേർങ്ങനെ മുറിച്ചത്. ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് മസാലയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എണ്ണ വേസ്റ്റായിട്ട് കളിയും ചെയ്യൂല. ഇതിൽ തന്നെ ഈ എണ്ണയിൽ തന്നെ ആയല്ലേ. നന്നായി ഒന്നിത് വാടട്ട്. ഞാൻ 2 കഷ്ണം ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി, എല്ലാം പച്ചമുളക് എല്ലാം ചതക്കിയത് ഞാൻ ഇതിലേക്ക് തന്നെ ഇടുന്നുണ്ട്. നന്നായി ഇതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് പോട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ മണം ഇത് നന്നായി വാടി അതിലേക്ക് ഞാൻ 3 തക്കാളി ചെറുതായി മുറിച്ചത് അതൊന്ന് വാടാനുണ്ട്. അത് വാടിട്ട് 3 തക്കാളി നല്ല ഇതിലൊന്ന് വാടിട്ട് ഇനി നമ്മളെ ചോറ് ഇവിടെ റെഡിയായി. 2 വിസിലടിച്ച് ഞാൻ ഓഫാക്കുന്നുണ്ട്. ഇനി തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കാണാം. നന്നായി ഒന്ന് വാടി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്തിട്ടല്ല, ഞാൻ പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഒരു ചെറിയ സ്പൂണിന് ഇതാ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇടാം. കുരുമുളകിൻ്റെ പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്താൽ എരിവ് കുറച്ച് കൂടും. അത് അവർക്കും വേണ്ടിയിട്ടാണ് ഇത് കുരുമുളകിൻ്റെ ഇത് ചേർക്കുന്നില്ല. മസാല പൊടി ചേർക്കുന്നില്ല, ഒന്നും ചേർക്കുന്നില്ല. നന്നായി ഒന്ന് ഇത് വാടിട്ട് നല്ല മണം വരുന്നുണ്ട്. നല്ല ചെമ്മീൻ പൊരിച്ച എണ്ണയിൽ തന്നെയല്ലേ മസാലയാക്കുന്നത്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ പൊരിച്ച ചെമ്മീൻ ചെയ്യുന്നുണ്ട്. നന്നായി ഒന്ന് ഇത് ഇളക്കിയിട്ട് നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പും ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പും ഞാൻ ഇടുന്നുണ്ട്. നന്നായി ഒന്ന് ഇത് നല്ല മണം അടച്ച് വെക്കുന്നുണ്ട്. നമ്മൾ നെയ്ച്ചോറായി, ചെമ്മീൻ മസാലയായി, ബിരിയാണിക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാനിതാ നല്ല ചോറ്, ചൂടിലെ ചോറ്, തനിമയിലെ ചോറ് ഇവിടെ റെഡിയായി. ഇത് വിചാരിക്കാതെയാണ് നമ്മൾ ബിരിയാണി വെച്ചത് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ബിരിയാണി വെക്കാൻ ഉദ്ദേശിച്ചേ ഇല്ല. ഇന്ന് മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ വലിയ ചെമ്മീൻ കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്.
ഞാനിതാ പൊതിനയും മല്ലിച്ചപ്പും ഞാൻ ഇടുന്നുണ്ട്. ചൂടന്നായോണ്ട് നല്ല ചൂടുണ്ട്. കുറച്ച് ഞാൻ ഈ കളറ് കാണാതിരിക്കുമ്പോൾ ഒരു രസമില്ല നമുക്ക്. മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇത്, നമ്മൾ കളറൊന്നും ആക്കലൊന്നുമില്ല. ഇത് ദമ്മിടാനാണ് പണി, ചോറ് വെക്കാനൊന്നും ഒരു പണിയുമില്ല, ദമ്മിടാനാണ് പണി. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ ഇനി നമുക്കിത് ദമ്മിടാൻ വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിത് ഗ്യാസടുപ്പിൽ ദമ്മിടാൻ വെക്കാം. മീൻ ബിരിയാണിയുടെ റെഡിയായി. ഒന്ന് കഴിച്ച് നോക്കട്ടെ മക്കളെ ഞാൻ. സ്മീഡിട്ട് കമന്റിൽ പറയുന്നുണ്ട് ഇക്കാനെ കാണുന്നില്ല. ഇതാ എൻ്റെ ഇക്ക തന്നെയുണ്ട്. പണിക്ക് പോയാൽ മാത്രം എൻ്റെ കൂടെ ഇരിക്കില്ല, പണിയില്ലാത്ത ടൈമിന് ഫുള്ള് ടൈം എൻ്റെ പെട്ടെന്ന് ഇത് കുക്കറിലേക്ക് വെച്ചതാണ്. ചെമ്മീൻ ബിരിയാണി വെക്കണം എന്ന് വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഒരു വിസിലേ അടിക്കണ്ടെന്നാണ് വിചാരിച്ചത്. പുതിയ കുക്കറായോണ്ട് 2 വിസിൽ അടിച്ച് അത് നമുക്ക് ഓർമ്മയേ ഇല്ല. കുറച്ച് ബന്ധിതേ ഇല്ലും. നല്ല അടിപൊളി ചോറായിന്, നല്ല രസമുണ്ട്, സൂപ്പർ. എല്ലാവരും കുക്കർ ബിരിയാണി ട്രൈ ചെയ്തിട്ട് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.